KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. CPM സംസ്ഥാന സമിതിയിൽ വീണ്ടും തെറ്റ് ഏറ്റുപറഞ്ഞ് VS പ്രവാചകൻ എന്നക്കു പിന്നിൽ സയനിസ്റ്റുകളെന്ന സമസ്ത. കൂത്തുപറമ്പിൽ കുടുംബത്തിലെ 3 പേർ മരിച്ച നിലയിൽ. പാകിസ്ഥാനിലെ കറാച്ചിയിൽ കലാപം, 13 പേർ കൂടി മരിച്ചു. വിളപ്പിൽശാല പ്ലാന്റ് അടച്ചു പൂട്ടുന്നതിനെതിരെ നഗരസഭ. മുസ്ലിം ലീഗ് നേതാവിനെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ KA റൌഫിന് ജാമ്യം അനുവദിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അവസരം ലഭിച്ച 96 പേരുടെ യാത്ര കരിപ്പൂരിൽ നിന്ന്. കുരിയാട് തേന് മുസ്ലിയാർ 44-ാം ഉറൂസ് മുബാറക്കിന് നാളെ തുടക്കമാവും. ഹാജിമാരുടെ വിവരങ്ങളുമായി RSC ഹെൽപ്പ് ഡെസ്ക് സജീവം. വാർത്തകൾ വിശദമായി. വീണ്ടും തെറ്റ് ഏറ്റുപറഞ്ഞ് VS അച്യുതാനന്ദൻ പാർട്ടി നിലപാടുകളെ മറികടന്ന് കൂടംകുളം യാത്ര പോയതും പിണറായി വിജയനെ ഡാങ്കയോട് ഉപമിച്ചതും തെറ്റായിപ്പോയെന്നാണ് VS അച്യുതാനന്ദൻ CPM സംസ്ഥാന സമിതിയിൽ ഏറ്റുപറഞ്ഞത്. തന്നെ പരസ്യമായി ശാസിച്ച കേന്ദ്ര കമ്മിറ്റി തീരുമാനം ഉൾക്കൊള്ളുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സമിതിയിൽ ഉയർന്ന രൂക്ഷ വിമർശനങ്ങൾക്ക് മറുപടി പറയുമ്പോഴായിരുന്നു VSന്റെ കുറ്റസമ്മതം. പാർട്ടി നിലപാടുകളെ മാനിക്കാതെ കൂടംകുളത്തേക്കു യാത്ര തിരിച്ചത് തെറ്റായിപ്പോയി. TP ചന്ദ്രശേഖരൻ വധത്തിനുശേഷം പിണറായി വിജയനെ ഡാങ്കയോട് ഉപമിക്കാൻ പാടില്ലായിരുന്നു. TPയുടെ വീട് സന്ദർശിക്കാൻ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തെരഞ്ഞെടുത്തതിലും പാളിച്ചയുണ്ടായി. ഇത്തരം നിലപാടുകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും കേന്ദ്ര കമ്മിറ്റി നടപടിയുടെ വികാരം ഉൾക്കൊള്ളുന്നതായും VS അറിയിച്ചു. VS പരസ്യമായി തെറ്റ് ഏറ്റുപറയണമെന്ന് S രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ച കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങളും VSനെ വിമർശിച്ചു. TP വധത്തെ തുടർന്നുള്ള വിവാദങ്ങൾക്കു ശേഷം CPM ശാസിച്ചപ്പോഴും പരസ്യമായി തെറ്റ് ഏറ്റുപറയണമെന്ന് VSനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതുവരെ അദ്ദേഹം അതിനു തയ്യാറായിട്ടില്ല. ചർച്ചകൾക്ക് S രാമചന്ദ്രൻ പിള്ള മറുപടി പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ മറുപടി കൂടി കഴിയുന്നതോടെ മുണ്ടൂർ സംസ്ഥാന സമിതി അംഗത്തിനെതിരായ ഊമക്കത്ത് തുടങ്ങിയ വിഷയങ്ങൾ യോഗം പരിഗണിക്കും. സംസ്ഥാന സർക്കാരിനെതിരായ 2ാം ഘട്ട സമര പരിപാടികൾക്കും യോഗം രൂപം നൽകും. പ്രവാചകരെ നിന്ദിച്ചുകൊണ്ട് സിനിമയും കാർട്ടൂണുമായി പാശ്ചാത്യ രാജ്യങ്ങൾ ഇടയ്ക്കിടെ രംഗത്തു വരുന്നത് പ്രവാചകരെയും അതുവഴി ഇസ്ലാമിനെയും അപകീർത്തിപ്പെടുത്താനുള്ള സയനിസ്റ്റ് തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് വൈസ് പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ അഭിപ്രായപ്പെട്ടു. തരംതാണ പബ്ലിസിറ്റിക്ക് വേണ്ടി നിർമ്മിച്ച സിനിമ പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ സമസ്ത അഭിനന്ദിച്ചു. അന്തർദേശീയ തലത്തിൽ നിരോധിക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തണമെന്നും കേന്ദ്ര ഭരണകൂടത്തോട് മുശാവറ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതന്മാർക്കും മദ്രസ അധ്യാപകർക്കും പഠന ക്യാമ്പുകളും പരിശീലനങ്ങളും സംഘടിപ്പിക്കാൻ സമസ്ത മുശാവറ തീരുമാനിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ, കുമരംപുത്തൂർ അലി മുസ്ലിയാർ, PT കുഞ്ഞാമു മുസ്ലിയാർ, കോട്ടൂർ കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുള്ള മുസ്ലിയാർ തന്നാളൂർ, ഹുസൈൻ മുസ്ലിയാർ പടനിലം, ഹംസ മുസ്ലിയാർ മഞ്ഞപ്പറ്റ തുടങ്ങി സമസ്ത മുശാവറ അംഗങ്ങളായ നിരവധി പണ്ഡിതന്മാർ പങ്കെടുത്തു.
വിളപ്പിൽശാല മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ തിരുവനന്തപുരം നഗരസഭ പ്ലാന്റ് അടച്ചുപൂട്ടാൻ സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചാൽ എതിർ സത്യവാങ്മൂലം നൽകുമെന്ന് നഗരസഭാ മേയർ കെ ചന്ദ്രിക പറഞ്ഞു. എന്നാൽ വിളപ്പിൽശാല പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നതായി മന്ത്രി മഞ്ഞളാംകുഴി അലി വ്യക്തമാക്കി. ഇതോടെ വിളപ്പിൽശാല പ്രശ്നം വീണ്ടും അഴിയാക്കുരുക്കാവുകയാണ്. പ്ലാന്റ് അടച്ചുപൂട്ടുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിൽ അത് കോടതിയെ ലക്ഷ്യമാണെന്നാണ് മേയറുടെ പക്ഷം. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ വിളപ്പിൽ ജനത നടത്തുന്ന സമരം കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിനാവില്ലെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി വ്യക്തമാക്കി. സമരസമിതിക്ക് നൽകിയ ഉറപ്പുമായി സർക്കാർ മുന്നോട്ടു പോകും. സർക്കാർ ഇതിന്റെ ഉത്തരവാദിത്തം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇതിനെ എതിർക്കുന്നത്, അവിടെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാതെ എല്ലാ ആൾക്കാരും ഒന്നടങ്കം എതിർക്കുന്നത്. അത് പ്രധാനമായിട്ട് എതിർക്കാനുള്ള കാരണം ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കോർപ്പറേഷൻ അത് നല്ല രീതിയിലല്ല പരിപാലിച്ചിരുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു. അവിടെ ജനങ്ങളുടെ ജീവിതം ശരിക്കും ദുസ്സഹമായി. കഴിഞ്ഞ 12 വർഷത്തെ അഴിമതി പുറത്തുവരുമെന്ന് പേടിച്ചാണ് മേയർ ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നതെന്നാണ് വിളപ്പിൽ സംയുക്ത സമരസമിതിയുടെ ആരോപണം. സർക്കാർ നൽകിയ വാഗ്ദാനത്തെ തുടർന്നാണ് അനിശ്ചിതകാല ഹർത്താൽ അവസാനിപ്പിച്ചത്. നഗരസഭാ മേയറെ കൊണ്ട് ശിവൻകുട്ടി നടത്തുന്ന ഒരു തന്ത്രമാണ് ഈ കേന്ദ്രം തുറക്കണമെന്നുള്ള പ്രവർത്തനം. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.എ. ജബ്ബാർ ഹാജിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ റിമാൻഡിലായ വ്യവസായി കെ.എ. റൌഫിന് മലപ്പുറം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അന്യാസ് തയ്യിൽ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഇടവിട്ട തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ മലപ്പുറം ഡിവൈഎസ്പി എസ് അഭിലാഷ് മുമ്പാകെ ഹാജരാകണമെന്നാണ് പ്രധാന നിബന്ധന. സാക്ഷികളെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല. അന്വേഷണവുമായി സഹകരിക്കണം. ജാമ്യത്തിലിറങ്ങിയാൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ പാടില്ല തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.എ. ജബ്ബാർ ഹാജിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന കേസിൽ ഒക്ടോബർ 11 അറസ്റ്റിലായ റൌഫിന് 13 മലപ്പുറം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ വ്യാജരേഖ കാണിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പി.എ. ജബ്ബാർ ഹാജി നൽകിയ മറ്റൊരു പരാതിയിൽ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി ഒക്ടോബർ 16 വരെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിക്ക് ശേഷം ഇന്നലെ വൈകിട്ടാണ് റൌഫിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. കണ്ണൂർ മുടക്കോഴിമലയിൽ ഒളിവിലായിരിക്കെ കൊടിസുനിയും സംഘവും യുവതിയെ പീഡിപ്പിക്കുകയും ഗർഭിണിയായ യുവതി പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തെന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടി.പി. വധത്തെ തുടർന്ന് മുടക്കോഴിമലയിൽ ഒളിവിലായിരുന്ന കൊടിസുനി, കിർമാണി മനോജ്, ഷാഫി എന്നിവർ ഭക്ഷണവുമായി എത്തിയ യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. 1 മാസത്തോളം ഇരിട്ടി മുടക്കോഴിമലയിൽ താൽക്കാലിക ഷെഡിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് പ്രദേശത്തെ പാർട്ടി അനുഭാവികളായിരുന്നു ഭക്ഷണവും മറ്റും എത്തിച്ചിരുന്നത്. പിന്നീട് പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നത് സ്ത്രീയെ നിയോഗിക്കുകയായിരുന്നു. ഭക്ഷണവുമായി എത്തിയ യുവതി പിന്നീട് പീഡനത്തിനിരയായെന്നും ഗർഭിണിയായ ഇവർ പിന്നീട് ജീവനൊടുക്കിയെന്നുമാണ് ആരോപണമുയർന്നിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി രാഹുൽ ആർ നായരും ഒളിത്താവളത്തിൽ നിന്നും കൊടിസുനിയെ പിടികൂടാൻ നടത്തിയ ഓപ്പറേഷൻ സൈലന്റ് നൈറ്റിന് നേതൃത്വം നൽകിയ പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളുമാണ് അന്വേഷണം തുടങ്ങിയത്. ഓപ്പറേഷൻ സൈലന്റ് നടന്ന രാത്രിയിൽ ഈ പ്രദേശത്ത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ലൈഡും മുടിയിഴകളും കണ്ടെത്തിയിരുന്നു. പീഡനത്തിനിരയായി ഗർഭിണിയായതാണ് യുവതിയെന്ന പ്രദേശവാസികളും നാട്ടുകാർക്കുമിടയിൽ സംസാരമുയർന്നതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത അരിയിൽ ചത്ത എലിയെ കണ്ടെത്തി. മടപ്പള്ളി ഊരാളുങ്കൽ PPLP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനന്ദിന് ലഭിച്ച അരിയിലാണ് ചത്ത എലി കാണപ്പെട്ടത്. ഓണത്തിന് വിതരണം ചെയ്യേണ്ട അരി 1.5 മാസം കഴിഞ്ഞാണ് വിദ്യാലയങ്ങളിലെത്തിയത്. നിരവധി തവണ നാദാപുരം മാവേലി സ്റ്റോറുമായി ബന്ധപ്പെട്ട ശേഷമാണ് അരി ലഭിച്ചതത്രേ. 155 വിദ്യാർത്ഥികൾക്കായി 775 കിലോ അരിയാണ് വിതരണം ചെയ്തത്. 5 കിലോ തൂക്കത്തിലാണ് ഓരോ വിദ്യാർത്ഥിക്കും നൽകിയത്. തിങ്കളാഴ്ച വൈകിട്ടോടെ വിദ്യാർത്ഥി അരിയുമായി വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടുകാർ ചത്തയെലിയെ കണ്ടെത്തിയത്. തുടർന്ന് അഭിനന്ദിന്റെ പിതാവ് പ്രദീപൻ സ്കൂളിലെത്തി പ്രധാധ്യാപികയെ അരി ഏൽപ്പിച്ചു. ഹോസ്റ്റൽ ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ നിലയിൽ ഈസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെ 3 വിദ്യാർത്ഥികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഖദീജ, ഇസ്മായിൽ, അക്ഷയ് എന്നിവരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണ് വിദ്യാർത്ഥികൾ.
കോളേജ് ഹോസ്റ്റൽ ക്യാന്റീനിൽ നിന്ന് ഇന്നലെ കഴിച്ച ബിരിയാണിയിൽ നിന്നാണ് വിഷബാധയേറ്റതെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്നും വിഷബാധയേറ്റ 20ഓളം വിദ്യാർത്ഥിനികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർ ഇന്നലെ ഹോസ്റ്റലിന്റെ ക്യാന്റീൻ, കിണർ എന്നിവ പരിശോധിച്ചു. ഇതിനിടെയാണ് 3 വിദ്യാർത്ഥികളെ കൂടി ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. കൂത്തുപറമ്പ് പൂക്കോട് ശാരദ സ്റ്റോപ്പിനടുത്ത് കുടുംബത്തിലെ 3 പേർ മരിച്ച നിലയിൽ കണ്ടെത്തി. വിനോദ്, ഭാര്യ ബീന, മകൾ ശ്രീലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. 4 മാസം മുമ്പ് ഇവരുടെ കുടുംബത്തിലെ 6 പേർ പഴനിക്കടുത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. അപകടത്തിൽ വിനോദിനും പരിക്കേറ്റിരുന്നു. പാകിസ്ഥാൻ തുറമുഖ നഗരമായ കറാച്ചിയിൽ കലാപം തുടരുന്നു. വിവിധയിടങ്ങളിലുണ്ടായ വെടിവയ്പിൽ 13 പേർ കൂടി മരിച്ചു. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 30 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. കറാച്ചിയിലെ ഒറങ്കി ടൗൺ, കുൻവാരി കോളനി പ്രദേശങ്ങളിൽ നടത്തിയ തെരച്ചിലിൽ നിന്ന് 26 പേരെയും അയ്യൂബ് ഗോത്തിൽ നിന്ന് 6 പേരെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിലായവരുടെ പക്കൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആക്രമണങ്ങളിൽ 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. പാകിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രവർത്തകയായ 14-കാരി മലാല യൂസുഫ്സായെ ആക്രമിച്ച തെഹ്രീക്കെ താലിബാൻ നേതാവ് മുല്ല ഫസലുള്ളയെ പിടികൂടുന്നവർക്ക് പാക് ആഭ്യന്തര മന്ത്രാലയം ഇനാം പ്രഖ്യാപിച്ചു. സ്വകാര്യ വാർത്താ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പാക് ആഭ്യന്തരമന്ത്രി റഹ്മാൻ മാലിക്കാണ് $10 ലക്ഷം ഇനാം നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. അഫ്ഗാൻ അതിർത്തിയിലാണ് ഇതു സംബന്ധിച്ച് ഗൂഢാലോചന നടന്നതെന്നും മലാലയെ ആക്രമിക്കുന്നതിനുണ്ടായ കാരണവും തീവ്രവാദികളുടെ ലക്ഷ്യവും വ്യക്തമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാക് ജനത തീവ്രവാദത്തെ പിന്തുണക്കുന്നില്ല. മലാലയുടെ അക്രമികൾക്കെതിരെ പാക് ഭരണകൂടവും സൈനിക നേതൃത്വവും ഉചിതമായ സമയത്ത് നടപടി കൈക്കൊള്ളുമെന്നും സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം എത്തിക്കാനുള്ള ശ്രമങ്ങൾ അടക്കം മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മലാലയ്ക്കു നേരെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആക്രമണമുണ്ടായത്. മറ്റ് 2 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിരുന്നു. ഇവർ സുഖം പ്രാപിച്ചു വരികയാണ്. സംഭവത്തിൽ ഫസലുള്ളയുടെ 3 സഹോദരന്മാർ ഉൾപ്പെടെ 120 പേർ പിടിയിലായിട്ടുണ്ട്. മലാലയുടെ നില മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആശുപത്രിയിലെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഡേവിഡ് റോസർ അറിയിച്ചു. വിദഗ്ധ ചികിത്സക്കായി തിങ്കളാഴ്ചയാണ് മലാലയെ UAE സർക്കാരിന്റെ എയർ ആംബുലൻസ് വഴി ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസ് ആശുപത്രിയിലെത്തിച്ചത്. മലാലയെ വിവിധ പരിശോധനകൾക്ക് വിധേയമാക്കി വരികയാണെന്നും ഇപ്പോഴത്തെ നില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. ആരോഗ്യനില മെച്ചപ്പെട്ടതായുള്ള വിവരങ്ങൾ അധികം താമസിയാതെ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആശുപത്രി വക്താവ് പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ചയായി റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മലാലയുടെ തലയോട്ടിയിൽ നിന്ന് വെടിയുണ്ട ഡോക്ടർമാർ പുറത്തെടുത്തിരുന്നു. തുടർ ചികിത്സ നൽകാമെന്ന ബ്രിട്ടന്റെ വാഗ്ദാനപ്രകാരമാണ് മലാലയെ അങ്ങോട്ട് മാറ്റിയത്. സുരക്ഷ മുൻനിർത്തിയ ആശുപത്രികളുടെ കൂടുതൽ വിശദാംശങ്ങൾ ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടില്ല. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ KSRTC ബസ് ഇടിച്ച് ബാലിക മരിച്ചു. ഉമ്മയുടെ കൺമുന്നിലായിരുന്നു അപകടം. പൂച്ചിറ റാഫി മൻസിലിൽ നൌഫലിന്റെ മകൾ റിംസി ഫഹ്മിദയാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. ഇന്നലെ രാവിലെ 7:15 അപകടം. വീടിന് നേരെ എതിർവശത്തുള്ള പൂച്ചിറ നജ്മുർ റഷാദ് സുന്നി മദ്രസയിലേക്ക് പോകാനായാണ് റിംസി റോഡ് മുറിച്ചു കടന്നത്. ഉമ്മ സഹീദയും ഒപ്പമുണ്ടായിരുന്നു. റോഡിലേക്ക് ഇറങ്ങിയതും അമിത വേഗത്തിലെത്തിയ ബസ് റിംസിയെ ഇടിച്ചു തെറിപ്പിച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഉമ്മ അലറിക്കരഞ്ഞ് കുഞ്ഞിനെ വാരിയെടുത്തെങ്കിലും മുഖത്തും തലയിലും ഗുരുതരമായി പരിക്കേറ്റ് രക്തസ്രാവമുണ്ടായതിനാൽ സംഭവസ്ഥലത്തു തന്നെ മരിച്ചതായി പോലീസ് പറഞ്ഞു. കോഴിക്കോട് പാലക്കാട് ദേശീയപാത 213ന്റെ ഭാഗമായുള്ള റോഡിൽ മണ്ണാർക്കാട് ഡിപ്പോയിൽ നിന്ന് വന്ന ബസ്സാണ് ഇടിച്ചത്. മുണ്ടൂർ ഭാഗത്തുനിന്ന് വന്ന ബസ് കുട്ടിയെ തെറിപ്പിച്ച ശേഷം 25 മീറ്റർ സഞ്ചരിച്ചാണ് നിന്നത്. ബസ് ഡ്രൈവർ പൂക്കാട്ടുകാവ് സ്വദേശി KP ശ്രീഹരിക്കെതിരെ ഏമാംബി നഗർ പോലീസ് കേസെടുത്തു. സ്കൂൾ വാഹനമിടിച്ച് അതേ സ്കൂളിലെ വിദ്യാർത്ഥിനിയും മരിച്ചു. എടയൂർ മാവണ്ടിയൂർ ബ്രദേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിയും മാവണ്ടിയൂർ മേലേരിയിൽ മൊയ്തീൻകുട്ടിയുടെ മകളുമായ റാഷിദയാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് അപകടം. സ്കൂൾ യുവജനോത്സവ ദിനമായ ഇന്നലെ വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് വന്ന ബസ് കുട്ടികളെ ഇറക്കിയ ശേഷം പുറത്തേക്ക് പോകാനായി പിറകോട്ടെടുത്തപ്പോൾ സഹപാഠികളോടൊപ്പം സ്കൂളിലേക്ക് നടന്നു വരികയായിരുന്ന റാഷിദയെ ഇടിക്കുകയായിരുന്നു. ബസിന്റെ പിൻചക്രം റാഷിദയുടെ മേൽ കയറിയിറങ്ങി.
അപകടം നടന്നയുടനെ അധ്യാപകരും വിദ്യാർത്ഥികളും റാഷിദയെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം കൽപ്പകഞ്ചേരി SI ശെൽവരാജ് ഇൻക്വസ്റ്റ് നടത്തി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൂന്നാക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. മരണപ്പെട്ട വിദ്യാർത്ഥിനി റാഷിദ വിവാഹ സ്വപ്നം ബാക്കിയാക്കിയാണ് അന്ത്യയാത്രയായത്. ഇരുമ്പിളിയും വെണ്ടല്ലൂരിലെ യുവാവുമായാണ് വിവാഹമുറപ്പിച്ചിരുന്നത്. രാവിലെ സഹപാഠികളോട് കളിച്ചും ചിരിച്ചും സ്കൂളിലേക്ക് പുറപ്പെട്ട റാഷിദ താൻ കളിച്ചും വിദ്യാഭ്യസിച്ചും വളർന്ന കലാലയത്തിന് മുറ്റത്ത് വെച്ച് അന്ത്യയാത്രയാവുമെന്ന് ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല. റാഷിദയുടെ ചേതനയേറ്റ ശരീരം കണ്ട് അധ്യാപകരും സഹപാഠികളും നാട്ടുകാരും അലമുറയിട്ട് കരയുന്നത് കണ്ടുനിന്നവരുടെ കരളലിയിപ്പിക്കുന്നതായിരുന്നു. കഴിഞ്ഞ മാസം കല്ലിങ്ങൽ പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലും സമാനമായ അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനി മരണപ്പെട്ടിരുന്നു. സ്കൂൾ നിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടതായി അധികൃതർ അറിയിച്ചു. സ്കൂൾ PTA യോഗം അടുത്ത ദിവസം ചേരുമെന്ന് സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു. സംഭവത്തിൽ രോഷാകുലരായ സഹപാഠികളായ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് സ്കൂൾ ബസ് തകർക്കുകയും സ്കൂളിന്റെ വാതിലുകളും ജനലുകളും തല്ലി തകർക്കുകയും ചെയ്തു. ഹജ്ജ് വാർത്തകൾ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അവസാനം ഹജ്ജിന് തിരഞ്ഞെടുത്ത 96 പേരുടെ യാത്ര കരിപ്പൂരിൽ നിന്ന് തന്നെയായിരിക്കുമെന്ന് ഹജ്ജ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള അപേക്ഷകൾ അവസാന സമയം യാത്ര റദ്ദാക്കിയത് മൂലം അവസരം ലഭിച്ച 96 പേരെ മുംബൈ വഴി അയക്കാനായിരുന്നു കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ തീരുമാനം. എന്നാൽ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്ക് ഇവിടെ നിന്ന് തന്നെ യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് കേരളം ശക്തമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയവും കേന്ദ്ര വിദേശകാര്യ വകുപ്പും അവസാനം അനുകൂല നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതോടെ ഇനിയുള്ള മുഴുവൻ ഹാജിമാരും കരിപ്പൂരിൽ നിന്നാണ് പുറപ്പെടുക. ഇന്നലെ 2 വിമാനങ്ങളിലായി 272 പുരുഷന്മാരും 278 സ്ത്രീകളും ഉൾപ്പെടെ 550 ഹാജിമാർ വിശുദ്ധ ഭൂമിയിലെത്തി. ഇന്ന് ഒരു വിമാനം മാത്രം സർവീസ് നടത്തും. 250 ഹാജിമാർ ഈ വിമാനത്തിൽ യാത്ര തിരിക്കും. ഏറ്റവും കൂടുതൽ ഹാജിമാർ യാത്ര തിരിക്കുന്നത് നാളെയായിരിക്കും. നാളെ 4 വിമാനങ്ങളിലായി 950 ഹാജിമാർ പുറപ്പെടും. 250 പേരടങ്ങിയ ആദ്യ വിമാനം 10:50-നും രണ്ടാമത്തെ വിമാനം ഉച്ചക്ക് 12:50-നും 150 പേരടങ്ങിയ മൂന്നാമത്തെ വിമാനം 1:15-നും 250 പേരടങ്ങിയ നാലാമത്തെ വിമാനം 3:50-നും യാത്ര തിരിക്കും. ബലിപെരുന്നാൾ അടുത്തതോടെ ബലികർമ്മത്തിനുള്ള കാലികളുടെ വിൽപ്പന സജീവമായി. ഒറ്റയായും സംഘടിതമായും നാട്ടിലുടനീളം ഇപ്പോൾ ബലിപെരുന്നാളിലെ മുഖ്യ ചടങ്ങായ ബലികർമ്മം ഉളുഹിയത്ത് നടക്കുന്നുണ്ട്. പല മഹല്ലുകളിലും 10ഉം 20ഉം 50ഉം അതിൽ കൂടുതലും മൃഗങ്ങളെ ബലിയറുക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മാടിന് 7 പേർക്ക് വരെ പങ്കാളിയായി ഉളുഹിയത്ത് അറുക്കാമെന്നതിനാൽ 3000-ഓ 4000-ഓ രൂപ നൽകിയാൽ ഇതിൽ പങ്കുചേരാൻ അവസരം ലഭിക്കുന്നു. പെരുന്നാൾ അടുത്തതോടെ വിവിധ ചന്തകൾക്ക് പുറമെ നാട്ടിൻ പ്രദേശങ്ങളിലും കന്നുകാലി വിൽപ്പന തകൃതിയാണ്. കേരളത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ കൂടുതലും പോത്തിനെയാണ് ഉളുഹിയത്തിന് ഉപയോഗിക്കാറുള്ളത്. കിഴക്കൻ മേഖലകളിൽ കാളകളെയും ഉപയോഗിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, മൈസൂർ, തമിഴ്നാട്, ഹൈദരാബാദ്, മഹാരാഷ്ട്ര തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കാലികൾ എത്തുന്നത്. ഉളുഹിയത്തിന് മുന്തിയതരം മൃഗങ്ങളെയാണ് അറുക്കേണ്ടതെന്ന നിബന്ധനയുള്ളതിനാൽ ഇത്തരം മൃഗങ്ങളെ തേടി ആവശ്യക്കാർ തിരച്ചിലിലാണ്. സാധാരണ പോത്തിന് 15,000 രൂപ മുതൽ ലഭിക്കുമെങ്കിലും ഉളുഹിയത്തിന്റെ പോത്തിന് 20,000 രൂപ മുതൽ 1 ലക്ഷവും 1.5 ലക്ഷവും അതിനു മുകളിലും വില വരുന്നവയുമുണ്ട്. 1 കിലോ മാംസത്തിന് 200-225 രൂപ തോതിലാണ് കണക്കാക്കപ്പെടുന്നത്. കാളകൾക്കും ഏകദേശം ഇതിനടുത്ത് വില വരുന്നുണ്ട്. ബലികർമ്മത്തിനുള്ള ആടുകളുടെ വിൽപ്പനയും സജീവമാണ്. കേരളത്തിലെ നാടൻ ആടുകൾക്ക് പുറമെ തൃശൂർ, അങ്കമാലി ഭാഗത്തു നിന്നെത്തുന്ന വിവിധ തരം ആടുകളും വിറ്റഴിക്കപ്പെടുന്നു. 5,000 രൂപ മുതൽ 1.5 ലക്ഷവും അതിൽ കൂടുതലും വില വരുന്ന ആടുകൾ വിപണിയിലെത്തുന്നുണ്ട്. ഇന്നത്തെ സ്വർണവില വർദ്ധിച്ചു. പവന് 80 രൂപ കൂടി 23,160 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 2,895 രൂപയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ
ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ, തിങ്കളിതാ. കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ആത്മീയ രംഗത്തെ നിറജ്യോതിസും ഒരു കാലഘട്ടത്തിന്റെ വഴികാട്ടിയുമായിരുന്ന കൂരിയാട് തേനു മുസ്ലിയാരുടെ 44-ാം ഉറൂസ് മുബാറക്കിനും സ്വലാത്ത് വാർഷികത്തിനും നാളെ കൂരിയാട് കല്ലുപറമ്പിൽ തുടക്കമാവും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് മുബാറക്കിന് നാളെ രാവിലെ 10 മണിക്ക് സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരി പതാക ഉയർത്തും. അസർ നിസ്കാരാനന്തരം നടക്കുന്ന തേനു മുസ്ലിയാർ മക്കാം സിയാറത്തിന് ഹൈദർ അഹ്സനി കരുവമ്പലം നേതൃത്വം നൽകും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന പ്രഭാഷണ വേദിയിൽ KM ബാബ മുസ്ലിയാർ സ്വാഗതം ആശംസിക്കും. അബ്ദുൽ കരീം ബാക്കവി അധ്യക്ഷത വഹിക്കും. അബ്ദുൽ അസീസ് സഖാഫി ഏലമ്പ്ര മുഖ്യ പ്രഭാഷണം നടത്തും. 19-ന് വെള്ളിയാഴ്ച പകര മുഹമ്മദ് ഹസനി പ്രഭാഷണം നടത്തും. 20-ന് ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഖുതുബിയത്തിന് അലവിക്കുട്ടി ഫൈസി ചേറൂർ ഉദ്ബോധനം നടത്തും. 21-ന് ഞായറാഴ്ച രാവിലെ 8 മണിക്ക് വനിതാ ക്ലാസോടെ പരിപാടികൾക്ക് തുടക്കമാവും. അബ്ദുസലാം ബാഖവി പൊടിയാട് വനിതാ ക്ലാസിന് നേതൃത്വം നൽകും. 10 മണിക്ക് നടക്കുന്ന സലാത്ത് ഖത്തം ദുആ മൗലിദ് മജ്ലിസിന് സയ്യിദ് ഹബീബുർ റഹ്മാൻ അൽ ബുഖാരി നേതൃത്വം നൽകും. സയ്യിദ് റൌഫ് ബുഖാരി വെട്ടിച്ചിറ, സൈനുദ്ദീൻ ബാഖവി, ഉമർ മുസ്ലിയാർ ചെറുകുന്ന്, മുസ്തഫ ബാഖവി തെന്നല, മുനീർ ബാഖവി, ഹംസ ഹസനി തെന്നല, അബ്ദുള്ള ഫൈസി പയ്യനാട്, സുലൈമാൻ ഇന്ത്യനൂർ, KV ഹംസ മുസ്ലിയാർ, കുഞ്ഞു ഹാജി, അസ്കർ അലി ബാഖവി, KM ഫൈസി, അബ്ദുൽ ജലീൽ മുസ്ലിയാർ, കുണ്ടംചിന തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും. ഉച്ചയ്ക്ക് ശേഷം അന്നദാനത്തോടെ പരിപാടികൾക്ക് സമാപനം കുറിക്കും. മുഴുവൻ പരിപാടികളും തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. തൃശൂർ, കേച്ചേരി, മമ്പൗൽ ഹുദ സ്ഥാപനങ്ങളുടെ 20ാം വാർഷിക സമ്മേളനം വിവിധ പരിപാടികളോടെ നടത്താൻ സംഘാടക സമിതി തീരുമാനിച്ചു. 4 മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് ശേഷം ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ നടക്കുന്ന സമ്മേളന പരിപാടികളോടെ 20ാം വാർഷികത്തിന് സമാപനം കുറിക്കും. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക മദീനയിൽ നിന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ തുടങ്ങിയ നേതാക്കൾ, SYS തൃശൂർ ജില്ലാ പ്രസിഡന്റ് PK ബാവതാരിമി, മമ്പൗൽ ഹുദ സെക്രട്ടറി MM ഇബ്രാഹിം ഹാജി, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി സഖാഫി എന്നീ നേതാക്കൾക്ക് പതാക കൈമാറും. സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള 20 കോടി സ്വലാത്തിന് സമസ്ത കേന്ദ്ര മുശാവറംഗം TP അബൂബക്കർ മുസ്ലിയാർ വെന്തേനാട് തുടക്കം കുറിച്ചു. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനെത്തിയ ഹാജിമാരും വിശുദ്ധ മദീനയിൽ നിന്ന് 20 കോടിയിലേക്ക് സ്വലാത്തുകൾ സമർപ്പിച്ചു. 20 ബുർദ മജ്ലിസുകൾ, 20 ഫാമിലി മീറ്റുകൾ, 20 പ്രവാചക പ്രകീർത്തന പ്രഭാഷണങ്ങൾ തുടങ്ങിയവ 20ാം വാർഷികം ആഘോഷിക്കുന്ന മമ്പൗൽ ഹുദയുടെ കീഴിൽ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കും. 20 കുടുംബങ്ങൾക്കുള്ള നിസ്കാരക്കുപ്പായവും 20 നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള കുടവിതരണവും ഇതിനോടകം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന അനാശാസ്യ പ്രവണതകൾക്കെതിരെയും ലഹരി ഉപയോഗത്തിനെതിരെയും മഹല്ലി നേതൃത്വം ഉണർന്നു പ്രവർത്തിക്കണമെന്ന് PTA റഹീം MLA അഭിപ്രായപ്പെട്ടു. SMA SJM സംയുക്തമായി സംഘടിപ്പിച്ച തസ്ഫിയ 2012 കൊടുവള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാചകർക്കെതിരെ സിനിമ നിർമ്മിച്ചും വ്യാജ ആരോപണങ്ങൾ നടത്തിയും വിമർശിക്കാൻ ഇറങ്ങിയവർ ഇസ്ലാമിനെ കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ള വേദിയൊരുക്കുകയാണ് ചെയ്തതെന്നും അവരുടെ വ്യാമോഹങ്ങൾ അസ്ഥാനത്താണെന്നും യോഗം വിലയിരുത്തി. TKS തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, C അബ്ദുൽ ലത്തീഫ് ഫൈസി, സിദ്ദീഖ് സഖാഫി വെണ്ണക്കോട് ക്ലാസിന് നേതൃത്വം നൽകി. CM യൂസുഫ് സഖാഫി, മുഹമ്മദ് ഹുസൈൻ സഖാഫി, K ഹുസൈൻ ഹാജി, K സൈൻ അലി റഹ്മത്താബാദ്, ആനക്കണ്ടി മുഹമ്മദ് ഹാജി തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു.
രണ്ടത്താണി ജാമിയ നുസ്രത്തിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് 15 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആദർശ സമ്മേളനങ്ങളിൽ 4ാം ആദർശ സമ്മേളനം ഇന്ന് തിരൂരങ്ങാടിയിൽ നടക്കും. ജിന്ന് തൗഹീദ് വഹാബിസം ഒരു ജനകീയ വിചാരണ എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമ്മേളനം ഫൈസൽ അഹ്സനി രണ്ടത്താണി ഉദ്ഘാടനം ചെയ്യും. അബ്ദുറഷീദ് സഖാഫി പത്തപിരിയം മുഖ്യ പ്രഭാഷണം നടത്തും. സമ്മേളനത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി സംഘാടകർ അറിയിച്ചു. SYS തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള പഠനമുറിയുടെ കാരശ്ശേരി പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇന്ന് വലിയ പറമ്പിൽ നടക്കും. വൈകിട്ട് 7 മണിക്ക് ലിവാ ഉൽ ഇസ്ലാം മദ്രസയിൽ നടക്കുന്ന പരിപാടി മേഖലാ സെക്രട്ടറി കെ അഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്യും. SYS ജില്ലാ ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം മുഖ്യ പ്രഭാഷണം നടത്തും. N മുഹമ്മദ് ഹാജി UP അബ്ദുൽ ഹമീദ് മാസ്റ്റർ സംസാരിക്കും. തഹ്ലീലോടെ പരിപാടികൾക്ക് സമാപനം കുറിക്കും. SYS പെരുവയൽ യൂണിറ്റ് പഠനമുറി നാളെ വൈകുന്നേരം 7 മണിക്ക് പെരുവയൽ CM സെന്റർ ICCയിൽ വെച്ച് നടക്കും. കുന്നമംഗലം മേഖല SYS പ്രസിഡന്റ് സലാഹുദ്ദീൻ മുസ്ലിയാർ ക്ലാസ് എടുക്കും. ഒളവണ്ണ കമ്പിളിപ്പറമ്പ് മദീനത്തു CM ദർസ് വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് മഗ്‌രിബ് നിസ്കാരാനന്തരം ഉളുഹിയത്തും ബലിപെരുന്നാളിനെയും ആസ്പദമാക്കി പഠന ക്ലാസ് നടക്കുന്നു. മർക്കസ് മുദരിസ് അബ്ദുൽ ജലീൽ സഖാഫി ചെറുശോലയാണ് വിഷയാവതാരകൻ. സംശയ നിവാരണത്തിന് അവസരമുണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. SSF 40ാം വാർഷികത്തിന്റെ പ്രചാരണത്തോടനുബന്ധിച്ച് ഹിദായ ദഅവ കോളേജ് ക്യാമ്പസ് SSFന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇഖ്ദാം 2012 ഇന്ന് വൈകിട്ട് 7 മണിക്ക് പാലായി ഹിദായ ക്യാമ്പസിൽ നടക്കും. പരിപാടിയിൽ അഹ്ലുസുന്ന എന്ന വിഷയത്തിൽ ഇബ്രാഹിം സഖാഫി താത്തൂർ ക്ലാസ് എടുക്കും. ഹാമിദ് അലി സഖാഫി പാലാഴി, അബ്ദുൽ ഖാദർ ദാരിമി കൽത്തറ, സമദ് സഖാഫി മയനാട് തുടങ്ങിയവർ സംബന്ധിക്കും. ജിന്ന് ബാധയേറ്റ വഹാബിസം യുക്തിവാദത്തിലേക്ക് എന്ന വിഷയത്തിൽ നൌഷാദ് അസനി ഒതുക്കുങ്ങൽ ഇന്ന് കരുവന്തിരുത്തി മടത്തിൽപ്പാടത്ത് സംസാരിക്കുന്നു. വൈകിട്ട് 7 മണിയോടെ പരിപാടികൾക്ക് തുടക്കമാവും. അടുത്ത വർഷം ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന മർക്കസ് സമ്മേളനത്തിന്റെ ജില്ലാ പ്രചരണ ഉദ്ഘാടനം ശനിയാഴ്ച പൂനൂരിൽ നടക്കും. സമസ്ത സെക്രട്ടറി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. TK അബ്ദുറഹ്മാൻ ബാക്കവി അധ്യക്ഷത വഹിക്കും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥന നടത്തും. റഹ്മത്തുള്ള സഖാഫി എളമരം, N അലി അബ്ദുള്ള, വഹാബ് സഖാഫി മമ്പാട് പ്രസംഗിക്കും. VM കോയ മാസ്റ്റർ, CM യൂസുഫ് സഖാഫി, CK റാഷിദ് ബുഖാരി, E യക്കൂബ് ഫൈസി തുടങ്ങിയവർ പങ്കെടുക്കും. ഇത് സംബന്ധിച്ച് ചേർന്ന സംഘാടക സമിതി യോഗം TK അബ്ദുറഹ്മാൻ ബാക്കവിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. PTC മുഹമ്മദ് അലി സഖാഫി വള്ളിയാട്, കൈരളി അബ്ദുറഹ്മാൻ ഹാജി, ബിച്ചു മാത്തോട്ടം, PK അബ്ദുസലീം തുടങ്ങിയ പ്രമുഖർ പ്രസംഗിച്ചു. മുഹിമ്മാത്ത് അഹ്ദലിയ ദിക്ർ സ്വലാത്ത് ഹൽക്കയും മർഹൂം പാടൂർ തങ്ങൾ, ഹാജി അബ്ദുറഹീം മുസ്ലിയാർ കോട്ടക്കുന്ന് എന്നിവരുടെ അനുസ്മരണവും നാളെ വൈകിട്ട് മഗ്‌രിബ് നിസ്കാരാനന്തരം മുഹിമ്മാത്തിൽ നടക്കും. സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി സഖാഫി, സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ, മൗലാന ഷുഐബ് ആലം സാഹിബ് കീഴക്കര തുടങ്ങിയ നേതാക്കൾ പരിപാടികൾക്ക് നേതൃത്വം നൽകും. മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കപട നവോത്ഥാനത്തിന്റെ പരിണതി എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 20 ശനിയാഴ്ച 4 മണിക്ക് തിരുവനന്തപുരം ഗാന്ധി പാർക്ക് മൈതാനത്താണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. N അലി അബ്ദുള്ള, കാസിം ഇരിക്കൂർ, സുലൈമാൻ സഖാഫി മാളിയേക്കൽ, മുസ്തഫ എറക്കൽ, ഡോക്ടർ M നിസാർ, NM സ്വാദിഖ് സഖാഫി, M മുഹമ്മദ് സ്വാദിഖ്, MSM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം നയാബ് വാരിദ് റയ്യാൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ സംഗമിക്കും. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഒക്ടോബർ 25 വ്യാഴാഴ്ച നടക്കും. ദുൽഖഅദ് 29 തിങ്കളാഴ്ച സൗദി അറേബ്യയിൽ ഒരിടത്തും മാസപ്പിറവി കണ്ടതായി വിശ്വാസയോഗ്യമായ വിവരം ലഭിക്കാത്തതിനാൽ ഇന്ന് ഹജ്ജ് മാസാരംഭമായി ദുൽഹജ്ജ് 1 കണക്കാക്കുമെന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഖലിയയുടെ നേതൃത്വത്തിലുള്ള സൗദി സുപ്രീം കോടതിയുടെ 9-അംഗ സമിതി പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് അറഫ സംഗമം ഒക്ടോബർ 25 വ്യാഴാഴ്ച നടക്കും. സൗദിയിലും അയൽ അറബ് നാടുകളിലും ബലിപെരുന്നാൾ 26 വെള്ളിയാഴ്ചയായിരിക്കും.
ഹജ്ജിനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിച്ചേരുന്ന മുഴുവൻ തീർത്ഥാടകരെയും സൗദി ജനതയ്ക്കും ഭരണകൂടത്തിനും വേണ്ടി സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് സ്വാഗതം ചെയ്തു. ജിദ്ദയിലെ അസ്സലാം കൊട്ടാരത്തിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഹാജിമാരുടെ ആതിഥേയത്വത്തിന് അവസരമൊരുക്കിയ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ച രാജാവ് ഹജ്ജിനും മദീന സന്ദർശനത്തിനുമായി എത്തുന്ന മുഴുവൻ തീർത്ഥാടകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നതായി പ്രസ്താവിച്ചു. തീർത്ഥാടകർക്കുള്ള അവസാനത്തെ ഒരുക്കവും മന്ത്രിസഭായോഗം വിലയിരുത്തിയതായി മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച വാർത്താ വിതരണ സാംസ്കാരിക മന്ത്രി ഡോക്ടർ അബ്ദുൽ അസീസ് ബിൻ മുഹീദ്ദീൻ ഖോജ പറഞ്ഞു. ശാന്തവും സമാധാനപരവുമായി ഹജ്ജ് നിർവഹിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പൂർവാധികം ഭംഗിയായി നടത്താൻ രാജാവ് നിർദ്ദേശിച്ചു. ഹജ്ജ് കാര്യങ്ങൾക്കായുള്ള ഉന്നതാധികാര സമിതി അധ്യക്ഷൻ കൂടിയായ സൗദി ആഭ്യന്തരമന്ത്രി അമീർ അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അടുത്ത ശനിയാഴ്ച തീർത്ഥാടന ചടങ്ങുകളുടെ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തും. ഹജ്ജിന്റെ സുരക്ഷയ്ക്കായി ഒരുക്കിയ സൈനിക ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിക്കും. ഹജ്ജ് വേളയിലെ ഏത് അടിയന്തര ഘട്ടവും നേരിടുന്നതിന് സജ്ജമായതായി സിവിൽ ഡിഫൻസ് അധികൃതർ പറഞ്ഞു. ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച് ദുൽഹജ്ജ് 17 ശേഷമേ മഴയ്ക്ക് സാധ്യതയുള്ളൂവെന്ന് സിവിൽ ഡിഫൻസിന്റെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. വിമാനയാത്രക്കുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്ന ഇ ഗേറ്റ് സംവിധാനം ജനുവരി മുതൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവർത്തനം തുടങ്ങും. പാസ്പോർട്ട് കൺട്രോൾ സെന്ററിന് മുന്നിലെ നീണ്ട ക്യൂവിൽ നിൽക്കാതെ 22 സെക്കൻഡിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി യാത്രക്കാർക്ക് പുറത്തിറങ്ങാനും യാത്ര ചെയ്യാനുമാകുമെന്ന് താമസ കുടിയേറ്റ വകുപ്പ് ഡയറക്ടർ മേജർ ജനറൽ മുഹമ്മദ് അൽമാരി പറഞ്ഞു. ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റമുള്ള ഇ ഗേറ്റിൽ പാസ്പോർട്ട് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ബയോമെട്രിക് വിവരങ്ങളും മുഖത്തിന്റെ ചിത്രവും ശേഖരിക്കും. വ്യാജ പാസ്പോർട്ടാണെങ്കിൽ ഈ ഗേറ്റിലൂടെയുള്ള പ്രവേശം തടയും. ഓഫീസർമാരെ വിവരമറിയിക്കുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ ടെർമിനൽ 3-ൽ 100 ഇ ഗേറ്റുകളാണ് സ്ഥാപിക്കുക. 2014 അവസാനത്തോടെ എല്ലാ ടെർമിനലുകളിലും യന്ത്രമെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹാജിമാർക്കും ബന്ധുക്കൾക്കും സഹായവുമായി റിസാല സ്റ്റഡി സർക്കിൾ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് സജീവമാകുന്നു. ഹറമുകളിൽ നിന്നും നാട്ടിൽ നിന്നും മറ്റു GCC രാജ്യങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഹജ്ജിന് പുറപ്പെട്ട തങ്ങളുടെ ഉറ്റവരുടെയും ഉടയവരുടെയും വിവരങ്ങൾ അറിയാൻ RSC ഹെൽപ്പ് ഡെസ്ക് ഉപയോഗപ്പെടുത്തുന്നത്. എഞ്ചിനീയർ മുനീർ വാഴക്കാട്, ഷമീം മൂർക്കനാട് എന്നിവരാണ് ഹെൽപ്പ് ഡെസ്കിന് നേതൃത്വം നൽകുന്നത്. ഹെൽപ്പ് ഡെസ്കിലേക്ക് വരുന്ന കോളുകളുടെ അടിസ്ഥാനത്തിൽ കാണാതായ ഹാജിമാരെ അന്വേഷിച്ചു പോകാനും ആശുപത്രിയിലുള്ളവരെ സന്ദർശിക്കുവാനും മറ്റു സഹായങ്ങൾക്കും പ്രത്യേക RSC വളണ്ടിയർമാർ സജീവമായി രംഗത്തുണ്ട്. ഹെൽപ്പ് ഡെസ്കിലേക്ക് വന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീരിൽ നിന്നെത്തിയ ഹാജിയെ ഹറമിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ കഴക്കിയ ഭാഗത്തു നിന്ന് RSC വളണ്ടിയർമാർ കഴിഞ്ഞ ദിവസം കണ്ടെത്തി. ഹറമിലെ സുബഹി നിസ്കാര ശേഷം അസീസിയയിലെ തന്റെ താമസ സ്ഥലത്തേക്കുള്ള വഴി മറന്നുപോയ 70 വയസ്സുള്ള അബ്ദുൽ അസീസ് സാഹിദിനെയാണ് RSC വളണ്ടിയർമാരായ മുഹമ്മദ് അലി ആവിലോറ, അബ്ദുറഷീദ് വേങ്ങര തുടങ്ങിയ വളണ്ടിയർമാർ കഴക്കിയിൽ നിന്ന് കണ്ടെത്തിയത്. പിന്നീട് അദ്ദേഹത്തെ താമസ സ്ഥലത്തെത്തിച്ചു. ദിവസവും നിരവധി കോളുകളാണ് ഹെൽപ്പ് ഡെസ്കിലേക്ക് വരുന്നത്. ഹാജിമാരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് RSCയുടെ 05675967006 05542589006 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് RSC നാഷണൽ വളണ്ടിയർ കോർ ചെയർമാൻ അബ്ദുൽ ജലീൽ വെളിമുക്ക് അറിയിച്ചു. KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം തൗഹീദ് അജഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ LCD ക്ലിപ്പിംഗ് സഹിതം വഹാബ് സക്കാഫി മമ്പാട് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സംസാരിക്കുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM സംസ്ഥാന സമിതിയിൽ വീണ്ടും തെറ്റ് ഏറ്റുപറഞ്ഞ് VS പ്രവാചകൻ എന്നക്കു പിന്നിൽ സയനിസ്റ്റുകളെന്ന സമസ്ത. കൂത്തുപറമ്പിൽ കുടുംബത്തിലെ 3 പേർ മരിച്ച നിലയിൽ. പാകിസ്ഥാനിലെ കറാച്ചിയിൽ കലാപം, 13 പേർ കൂടി മരിച്ചു. വിളപ്പിൽശാല പ്ലാന്റ് അടച്ചു പൂട്ടുന്നതിനെതിരെ നഗരസഭ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അവസരം ലഭിച്ച 96 പേരുടെ യാത്ര കരിപ്പൂരിൽ നിന്ന്. കുരിയാട് തേന് മുസ്ലിയാർ 44ാം ഉറൂസ് മുബാറക്കിന് നാളെ തുടക്കമാവും. മുസ്ലിം ലീഗ് നേതാവിനെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ KA റൌഫിന് ജാമ്യം അനുവദിച്ചു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക